ஆற்றில்லாவழியாதும் இறைவனே போற்றுமன் போற்றி போற்றுமன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையற்றோடும் மாற்றுவன തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 4-ാം തന്ത്രത്തിലെ നവാക്ഷരി ചക്രത്തിലെ അടുത്ത ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, തത്വങ്ങൾ 36 മുതലായിരിക്കും തൽപരാശക്തിയെ താൻ പറ്റി നിന്നിടുവോർക്ക് ചാഞ്ചല്യമറ്റും രാഗദോഷങ്ങൾ അഴിഞ്ഞിടും സന്മാർഗശീലമായി തീരും തപസ്സിൽ നിൽക്കും. അപ്പോൾ ഈ നവാക്ഷരി ചക്ര സാധന ചെയ്യുന്ന ഒരു സാധകന് എന്തൊക്കെ ലഭിക്കുമെന്നാണ് തിരുമൂലദേവൻ ഇവിടെ നമുക്ക് ഉറപ്പ് തരുന്നത്. തത്വങ്ങൾ 36 മുതലായിരിക്കും തൽപരാശക്തിയെ താൻ പറ്റി നിന്നിടുവോർക്ക് ചാഞ്ചല്യമറ്റ് രാഗദോഷങ്ങളും അഴിഞ്ഞിടും. അപ്പോൾ ശരീരത്തിലെ 36 തത്വങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉൾപ്പെടെ 36 തത്വങ്ങളും അഴിഞ്ഞുപോയി അതിനും മേലെ തൽപരാശക്തിയെ തൻ പറ്റി നിന്നോടോർക്ക്, പരാശക്തിയെ ആദിപരാശക്തിയെ പറ്റി നിൽക്കുന്നവർക്ക്, ആദിപരാശക്തിയെ ധ്യാനിക്കുന്നവർക്ക്, ഈ നവാക്ഷരി ചക്ര സാധനം നടത്തുന്നവർക്ക് 36 തത്വങ്ങൾക്കും മേലെ പോകാൻ കഴിയും. പിന്നെയോ, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അതേപോലെയുള്ള 36 തത്വങ്ങളെയും അധിഗമിക്കാൻ ഒരു സാധകന് കഴിയും. പിന്നെയോ, ചാഞ്ചല്യമാറ് രാഗദോഷങ്ങളഴിഞ്ഞിടും. എല്ലാ ചാഞ്ചല്യങ്ങളും, മനസ്സിൻ്റെ എല്ലാ ചാഞ്ചല്യങ്ങളും ഇല്ലാതാകും. ഒരു ദേവീ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിന് പിന്നെ ചാഞ്ചല്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മുടെ മനസ്സ് ഒരു പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു നവാക്ഷരി ചക്ര സാധകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സ് സ്ഥിരമായി പരാശക്തിയിൽ തന്നെ ഒട്ടി നിൽക്കുന്നതായിരിക്കും. അതോടെ രാഗദ്വേഷങ്ങൾ അഴിഞ്ഞിടും. എല്ലാ രാഗങ്ങളും എല്ലാ ദ്വേഷങ്ങളും എല്ലാ കാമക്രോധ ലോഭാദി വികാരങ്ങളും അതോടെ നശിച്ചിരിക്കും. പിന്നെയോ, സന്മാർഗശീലമായിത്തീരും. അയാൾ സന്മാർഗ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. സത്തായ മാർഗം. ആ സത്തായ മാർഗം ഏതാ? ശിവമാർഗം. ശിവമാർഗത്തിലൂടെ മാത്രമേ അയാൾ ചരിക്കൂ. അപ്പോൾ ശിവബോധത്തിൽ ലയിച്ചിരിക്കാൻ ഒരു നവാക്ഷരി ചക്ര സാധകന് കഴിയും. പിന്നെ തപസ്സിൽ നിൽക്കും. അയാളുടെ ജീവിതം തന്നെ തപസ്സായി മാറും. അതാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം. അതായത് ഒരു നവാക്ഷരി സാധകന്, അതായത് ഒരു ദേവീ സാധകന്, പരാശക്തിയെ സാധന ചെയ്ത് ഉണർത്തുന്ന ഒരു സാധകന് എന്ത് സംഭവിക്കും? അയാളുടെ ജീവിതം ഒരു തപസ്സായി തീരും. ജീവിതം മുഴുവനും തപസ്സായി തീരും. അങ്ങനെയുള്ള ആളാണ് ശിവയോഗികൾ. ഇങ്ങനെയുള്ള ശിവയോഗികൾ ഇക്കാലത്തും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. നമ്മുടെ മനസ്സ് വിശുദ്ധമാകുമ്പോൾ, നമ്മുടെ ഹൃദയം വിശുദ്ധമാകുമ്പോൾ ഇങ്ങനെയുള്ള ശിവയോഗികൾ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ മനസ്സ് ശിവഭക്തി കൊണ്ട് നിറയുമ്പോൾ ഈ ശിവയോഗി നാം അന്വേഷിച്ച് നടക്കാതെ തന്നെ നമ്മുടെ അരികിലേക്ക് ഓടിയെത്തുന്ന
ഒരു കാലം ഇതാ സമാഗതമായിരിക്കുന്നു. ഇങ്ങനെയുള്ള ശിവയോഗികളെ കൊണ്ട് ഈ ഭാരത പുണ്യഭൂമി നിറയാൻ പോവുകയാണ്. ഇനി നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഹൃദയം കന്മഷമില്ലാതെ, രാഗദ്വേഷങ്ങളില്ലാതെ, സർവത്തെയും സ്നേഹിക്കാൻ കഴിവുള്ള ഒരു മനസ്സ് ഉണ്ടാക്കുക. അങ്ങനെ സർവസ്നേഹത്തിലും അൻപേ ശിവം എന്ന ഒരവസ്ഥയിൽ ഒരു സാധകന് എത്തിച്ചേരാൻ കഴിയുമ്പോൾ അയാളുടെ അടുത്തേക്ക് ഇതാ ശിവയോഗി എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈ കാലഘട്ടത്തിൽ തന്നെ, ഈ കലികാലത്തിൽ തന്നെ ഈശ്വരാനുഗ്രഹത്താൽ നമുക്കതിന് ഭാഗ്യമുണ്ടാകാം. നോക്കൂ, താനേതൻ നിത്യശാന്തി വിളയിച്ചിടുവോനായി, താനേ ചിന്തിച്ച് തൻ്റെ വിധിയെ കുറിക്കുവോനായി, താനേ തൻ നൃത്തത്തെ കണ്ട് ഉള്ളം രസിക്കുവോൻ അരൂപൻ പരമേശൻ അരൂപൻ രൂപനായിത്തീരും. അതാണ് ഇവിടെ പറയുന്നത്. അരൂപനായ ശിവൻ രൂപം ധരിച്ച് ശിവയോഗി രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരാൻ പോവുകയാണ്. താനേ തൻ നിത്യശാന്തി വിളയിച്ചിടുവോനായി. ആ ശിവൻ എങ്ങനെയുള്ളവനാണ്? തന്നെത്താൻ നിത്യശാന്തി വിളയിക്കുന്നവനാണ്. അങ്ങനെയുള്ള ശിവയോഗിയാണ് നമ്മുടെ അരികിലേക്ക് വരുന്നത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇതാ ശിവയോഗി താനേ താൻ നിത്യശാന്തി വിളയിക്കുന്ന, അതായത് നമ്മൾ കാണുന്നവരിലും ഈ നിത്യശാന്തി പകരുന്ന, ഈ നിത്യസ്നേഹം പകരുന്ന ശിവയോഗി ഇതാ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. താനേ തൻ നൃത്തത്തെ കണ്ടുള്ളം രസിക്കൂ. അങ്ങനെയുള്ള ശിവനൃത്തം, ശിവതാണ്ഡവം അല്ലയോ സാധക, നീ കണ്ട് രസിക്കൂ. അരൂപനായ പരമശിവൻ ഇതാ രൂപം ധരിച്ച് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുകയാണ്. നീ അതിന് തയ്യാറെടുക്കൂ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ തിരുമന്ദിര വ്യാഖ്യാനം എന്ന് പറയുന്നത്, അത്യപൂർവമായ തിരുമന്ദിര വ്യാഖ്യാനം എന്നുള്ളത് ഇതിനു വേണ്ടിയുള്ള നമ്മുടെ ഒരു സാധനയായിട്ടാണ് ഈ ഉള്ളവൻ കരുതുന്നത്. ഇത് സത്യത്തിൽ ഞാനിത് ആദ്യം ക്ലാസ്സായിട്ടാണ് എടുക്കാൻ തുടങ്ങിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തിരുമന്ദിര ക്ലാസ് തിരുമന്ദിര യജ്ഞമായി മാറും. ഇതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ ഗുരുമഠ ദർശനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും കഴിയും. ഇതാണ് ശിവയോഗ നിയോഗം. ഇതാണ് തിരുമൂലദേവൻ്റെ മഹാ അനുഗ്രഹം. ആ തിരുമൂലദേവൻ്റെ മഹാ അനുഗ്രഹം ഇതാ നമ്മിലേക്ക് ഒഴുകി എത്തുകയാണ്. ഇത് സശ്രദ്ധം വീക്ഷിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരെങ്കിലും ഉണ്ട് എന്നുള്ളത് എന്നെ വളരെയേറെ ആകർഷിച്ച ഒരു കാര്യമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അക്ഷയ് ഡേവിഡ് ജോൺ എന്ന കുട്ടി. ആദ്യം മുതൽ ഇന്നേ വരെ ആ കുട്ടി എൻ്റെ ഓരോ എപ്പിസോഡിനും വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതേപോലുള്ള അനേകം ചെറുപ്പക്കാർ, അനേകമെന്നില്ല, വിരലിൽ എണ്ണാവുന്ന ചെറുപ്പക്കാർ അത് മതി. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ തിരുമന്ത്ര യജ്ഞം ഞാൻ നടത്തുന്നത്. നമുക്കതിലേക്ക് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ, വ്യക്തിപരമായ അനുഭൂതികൾ പറയാനുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ മറച്ചു വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതേതായാലും പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഞാനിത് കട്ട് ചെയ്യുന്നില്ല, ഡിലീറ്റ് ചെയ്യുന്നില്ല. പുണ്യവാനായി ഇണങ്ങി വിശുദ്ധനെ ചമച്ച് ഉയരതിനോടും ഒന്നായി കലർന്നു നിന്ന് കാരുണ്യം കൂടി നിൽക്കും ശീതളാകാരനായിത്തീരും ശിവസ്വരൂപം നീയും ഭജിച്ചിരിക്കൂ. ആ ശിവസ്വരൂപത്തെ നീതാ ഭജിക്കൂ. ശിവസ്വരൂപത്തെ നീതാ ഭജിക്കൂ എന്നാണ് പറയുന്നത്. ഇതാ നിൻ്റെ ഹൃദയം പവിത്രമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ശിവസ്വരൂപം ആഗമിച്ചു കൊണ്ടിരിക്കുന്നു. ആ ശിവസ്വരൂപത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇതാ ഈ ശിവഭജനം നീ നടത്തൂ. ഈ തിരുവമ്പല ചക്രത്തിൻ്റെ ഈ മഹാരഹസ്യം, ശരിക്കും ചിദംബര രഹസ്യമാണ് ഈ നിങ്ങളോട് ഞാൻ പറയുന്നത്. ആ ചിദംബര രഹസ്യത്തെ ഉൾക്കൊണ്ടാൽ നമുക്ക് ശിവതാണ്ഡവം കൺകുളിർക്കെ നേരിൽ കണ്ട് രസിക്കാൻ കഴിയും. എന്നിട്ട് പിന്നെ പറയാണ്, ചക്രം
വരയ്ക്കുക, അക്ഷരം മാറ്റിയും വരയ്ക്കാം. ഈ നവാക്ഷര ചക്രം പലതരത്തിൽ അക്ഷരങ്ങൾ മാറ്റി മാറ്റി വരയ്ക്കാം. പിന്നീടുള്ള പല ശിവസിദ്ധന്മാരും ഈ അക്ഷരത്തെ അല്പമൊക്കെ മാറ്റി വരയ്ക്കുന്നത് നമുക്ക് കാണാം. ചില അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്. അത് യോഗികളുടെ മഹാസിദ്ധിവിശേഷത്താൽ സംഭവിക്കുന്നതാണ്. അതായത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണിത്, യോഗ രഹസ്യമാണ്. മേൽ മൂലാധാരമെന്നും കീഴ് മൂലാധാരമെന്നും 2 തരത്തിലുള്ള മൂലാധാരങ്ങളുണ്ട്. നാം കീഴ് മൂലാധാരത്തെക്കുറിച്ചിട്ടാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. പക്ഷേ യോഗശാസ്ത്രത്തിൻ്റെ ഉന്നത പദവിയിൽ എത്തുന്നവർ മേൽ മൂലാധാരത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ ചമയ്ക്കുന്ന നവാക്ഷരി ചക്രവുമുണ്ട്. അത് ഹ്രീ മുതൽ കൗ വരെ, അത് മേലാധാരമാണ്. ഹ്രീ എന്ന് വെച്ചാൽ ഉൾനാക്ക്, കൗ ഈ കണ്ഠം, പിന്നെ അത് മേലോട്ടേക്ക് പോകും. അങ്ങനെ സൗ വരെയും അത് എത്തിച്ചേരാം. അത് മേൽമൂലാധാര ചക്രമാണ്. ആ മേൽമൂലാധാര ചക്രം മഹായോഗികളുടെ മഹാരഹസ്യമാണ്. അത് ധ്യാനിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ നവാക്ഷരി ചക്രധ്യാനം കൊണ്ട് പരാശക്തിയെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയും. അതൊക്കെ ഗുരുമുഖത്ത് നിന്ന് മാത്രമേ പഠിക്കാൻ കഴിയൂ. അല്ലാതെ ഇതിൽ എഴുതിയിരിക്കുന്ന വെച്ചിട്ട് ഞാനത് വായിച്ചാൽ അത് നിങ്ങൾക്ക് അതിൻ്റെ സാമാന്യ അർത്ഥം മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ചക്രം വരയ്ക്കുക, അക്ഷരം മാറ്റിയും വരയ്ക്കാം. ആ ക്രമം ക്രീമിൽ തൊട്ട് കൗ വരയ്ക്കും. ക്രീം എന്ന് വെച്ചാൽ ഹ്രീം എന്ന അക്ഷരമാണ്. തമിഴിൽ ഹകാരം ഇല്ലാത്തതുകൊണ്ട് അത് കകാരമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു എന്നുള്ളൂ. ശരിക്കും അത് ഹ്രീം എന്ന അക്ഷരമാണ്. നവാക്ഷരി ചക്രമായി വരും. പരാശക്തി വിശ്വം വിളക്കി നിൽക്കും, കാഴ്ച കണ്ട് ആനന്ദിച്ച് നിൽക്കാം. അതോടെ വളരെ പെട്ടെന്ന് ആ ദേവിയുടെ പരാശക്തിയുടെ അനുഗ്രഹം കിട്ടും. ദുഷ്ടർ കൊളിച്ചിരിക്കും ദേവിയും ശുദ്ധഹൃത്തിൽ പെട്ടുതാൻ ജ്യോതിയെ നന്നായി വെളിപ്പെടുത്തും, കാട്ടിക്കൊടുക്കും ആർക്കും ശിവനെയും, തന്നിൽ താൻ സൃഷ്ടിച്ച് പോറ്റും സർവവസ്തുക്കളെയും ഓർക്കൂ. ഇനി പറയുകയാണ് തിരുമൂലദേവൻ പറയുക, ദുഷ്ടർ കൊളിച്ചിരിക്കും. ദുഷ്ടന്മാർക്കൊരിക്കലും ഈ ദേവിയെ, പരാശക്തിയെയോ പരമശിവനെയോ കാണാൻ കഴിയില്ല. അതുകൊണ്ട് മനസ്സിൽ നിന്ന് ഈ ദുഷ്ടഭാവങ്ങളെല്ലാം അകറ്റൂ എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അങ്ങനെ മനസ്സിൽ നിന്ന് ദുഷ്ടഭാവങ്ങൾ അകറ്റി അൻപേ ശിവം എന്ന അവസ്ഥയിലെത്തിയവർക്ക് മാത്രമേ ദേവി പ്രത്യക്ഷപ്പെടുകയുള്ളൂ, പരമശിവൻ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ശുദ്ധഹൃദയത്തിലെ ദേവി പ്രത്യക്ഷപ്പെടൂ. അത് ജ്യോതിസായി വിളങ്ങും. ജ്യോതിസ്വരൂപനായി ജ്യോതിസായി ഈ ശുദ്ധശക്തി വിളങ്ങും. പിന്നെയോ കാട്ടിക്കൊടുക്കുമാർക്കും ശിവനെയും. ശക്തി ദേവിയുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത്രമേൽ സ്വാഭാവികമായി ശിവനും എത്തിച്ചേരും. ശിവനെ പെട്ടെന്ന് നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പോൾ ശക്തിയെ പ്രത്യക്ഷപ്പെടുത്തിയാൽ മതി, ശിവൻ ഓട്ടോമാറ്റിക്കായിട്ട് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. തന്നിൽ താനേ സൃഷ്ടിച്ച് പോറ്റും സർവവസ്തുക്കളെയും ഓർക്കൂ. എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ഈ ശിവശക്തിയെ ഓർക്കൂ. അതായത് ഈശാവാസ്യമിതം സർവം എന്ന ഉപനിഷത്ത് വാക്യം തന്നെയാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. സകലതിലും പരാശക്തിയായ ദേവി നിറഞ്ഞിരിക്കുന്നു. ആ നിറഞ്ഞിരിക്കുന്ന പരാശക്തിയെ എവിടെയും ആർക്കും കാണാൻ കഴിയും. അത് കാണണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ്. ഹൃദയത്തെ പവിത്രമാക്കുക, മനസ്സിനെ പവിത്രമാക്കി ശുദ്ധീകരിക്കുക. ഈ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ളതാണ് നവാക്ഷരി ചക്ര സാധന. ഓം ശിവായ തിരുമൂലദേവായ നമഃ.